നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് മികച്ച പ്രകടനം ബാഴ്സലോണയുടെ മധ്യനിരയിൽ പുറത്തെടുത്തിട്ടുള്ള യുവ പ്രതിഭയാണ് ഗാവി. ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരങ്ങൾ ഒട്ടേറെ അദ്ദേഹം വാരിക്കൂട്ടിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഇപ്പോഴും പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ ഗാവിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അധികം വൈകാതെ തന്നെ താരം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ FC ബാഴ്സലോണയുടെ ആരാധകരുള്ളത്. ഗാവിയുടെ വരവ് ബാഴ്സക്ക് കൂടുതൽ ഊർജം പകരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അത് അവരുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് ഗാവി തിരിച്ചെത്തിയാൽ ഫയർ ആയിരിക്കും, അഥവാ തീ ആയിരിക്കും എന്നാണ് ബാഴ്സ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഗാവി കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയാൽ അദ്ദേഹം തീ ആയിരിക്കും. എത്രയും വേഗം മടങ്ങിയെത്താൻ അദ്ദേഹം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ സമയം നൽകണം. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുകയും വേണം. നിലവിൽ നല്ല നിലയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഒരു നല്ല പ്രൊഫഷണൽ ആണ് അദ്ദേഹം. മടങ്ങിയെത്താൻ വേണ്ടി എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കും. 10-15 വർഷങ്ങൾ അദ്ദേഹം ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് ഗാവിയെ കുറിച്ച് അവരുടെ പുതിയ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ കേവലം 12 മത്സരങ്ങൾ മാത്രമാണ് ഗാവി കളിച്ചിട്ടുള്ളത്. ഒരു ഗോളും ഒരു അസിസ്റ്റും നേടാൻ ഈ ഒരു മിഡ്ഫീൽഡർക്ക് കഴിഞ്ഞിരുന്നു. സ്പെയിനിന് വേണ്ടി ജോർജിയക്കെതിരെ നടന്ന മത്സരത്തിനിടയിലായിരുന്നു ഗുരുതരമായി ഗാവിക്ക് പരിക്കേറ്റത്. കഴിഞ്ഞ നവംബർ 20 ശേഷം ഒരു മത്സരം പോലും കളിക്കാൻ ഈ ഒരു മിഡ്ഫീൽഡർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഇനിമേ കൊണ്ടും കാണാം.